നമസ്കാരം, ഏവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഡിസംബർ 24 ബുധനാഴ്ചയാണ്. ആദ്യം ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ ഏറെക്കുറെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത്. സെക്ടറുകളിൽ നിഫ്റ്റി IT മാത്രമാണ് 1% ഇടിഞ്ഞത്. മറ്റുള്ള എല്ലാ സെക്ടറുകളും ചെറിയ പോസിറ്റിവിറ്റിയും നെഗറ്റീവുമായി അങ്ങനെ ക്ലോസ് ചെയ്തു. ഇനി ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ വാർത്തയിലേക്കാണ്. 2025 അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2025 75% ഓഹരികളും നഷ്ടത്തിലായിരുന്നു എന്നുള്ള ഒരു കണക്കാണ് പുറത്തു വരുന്നത്. സജീവമായി വ്യാപാരം നടത്തുന്ന 3677 ഓഹരികളിൽ 2774 എണ്ണവും നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയത്. 2024 അപേക്ഷിച്ച് വലിയ വ്യത്യാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 33% ഓഹരികൾ മാത്രമേ നഷ്ടത്തിലുണ്ടായിരുന്നുള്ളൂ. 2025 75% ഓഹരികളും നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാരണങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് US താരിഫ് അനിശ്ചിതത്വവും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും തന്നെയാണ് പ്രധാനപ്പെട്ട വിപണി വികാരത്തെ ബാധിച്ചിരിക്കുന്നത്. ഇനി നിഫ്റ്റി 50 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50-ൽ 17 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മിഡ് ക്യാപ്പിൽ 61% ഓഹരികളാണ് ഇടിഞ്ഞത്. സ്മോൾ ക്യാപ്പിൽ അത് 73% സ്മോൾ ക്യാപ്പിലൊക്കെ ഒരുപാട് ഓഹരികളുടെ മൂല്യത്തിൽ 70 മുതൽ 90% നഷ്ടമൊക്കെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും 2025 അത്ര നല്ലൊരു വർഷമായിരുന്നില്ല എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അടുത്ത് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 2030 സാമ്പത്തിക വർഷത്തോടെ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ഇലക്ട്രോണിക് വാഹന ബിസിനസ്സിൽ 16,000 മുതൽ 18,000 കോടി രൂപ വരെ നിക്ഷേപിക്കും. കൂടാതെ 2030 വരെ ഇന്ത്യയിലെ ഇലക്ട്രോണിക് പാസഞ്ചർ വാഹന വിപണിയിൽ 45 മുതൽ 50% വരെ വിപണി വിഹിതം നിലനിർത്താനും പദ്ധതിയിടുന്നു. ദശകത്തിന്റെ അവസാനത്തോടെ 5 പുതിയ ഇലക്ട്രോണിക് മോഡലുകളും പുറത്തിറക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് RBIയുടെ ഭാഗത്തു നിന്നാണ്. 3 ലക്ഷം കോടി രൂപയുടെ ലിക്വിഡിറ്റി നടപടികൾ RBI പ്രഖ്യാപിച്ചു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി 2 ലക്ഷം കോടി രൂപയുടെ ബോണ്ടുകൾ വഴി ഇത് ഉൾപ്പെടുന്നു. 3 വർഷത്തെ ഫോറക്സ് സ്വാപ്പ് ലേലത്തിൽ $10 ബില്യൺ പ്രഖ്യാപിച്ചു. ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വിപണികളെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. RBIയുടെ കോറായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ലിക്വിഡിറ്റി സ്മൂത്ത് ആക്കുക, കൂടാതെ റുപ്പിയുടെ വൊളറ്റാലിറ്റി ഒന്ന് കുറയ്ക്കുക എന്നതും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളായിട്ട് വരുന്നുണ്ട്. അടുത്ത് IRB ഇൻഫ്രയ്ക്ക് ലഭിച്ച വലിയൊരു ഓർഡറിനെ കുറിച്ചുള്ള വാർത്തയാണ്. NHAIയുടെ ടോൾ ഓപ്പറേറ്റീവ് 18 പ്രകാരം ഒഡീഷയിലെ NH16 ഛത്തീസ്ഗഡിലെ ഭദ്രക് സെക്ഷന്റെ 74.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിക്ക് ഏറ്റവും കുറഞ്ഞ ലേലക്കാരായി IRB ഇൻഫ്ര, അതായത് 3087 കോടി രൂപയ്ക്കാണ് അവർക്ക് ഈ ബിഡ് ലഭിച്ചിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകളിലേക്ക്. ക്രിസ്മസ് ഹോളിഡേയ്സിന് മുന്നോടിയായി തന്നെ സാന്റ റാലി മാർക്കറ്റിൽ വന്നതോടെ S&P 500 പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US-ൽ നിന്നും GDP ഡാറ്റ പുറത്തു വന്നിരുന്നു. മൂന്നാം പാദത്തിൽ സമ്പദ് വ്യവസ്ഥ 4.3% വളർച്ച കൈവരിക്കുമെന്നും ഇത് പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണെന്നും 2023-ലെ മൂന്നാം പാദത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വളർച്ചയാണെന്നും വാണിജ്യ വകുപ്പ് അറിയിക്കുകയുണ്ടായി. ഗവൺമെന്റിന്റെ ഷട്ട്ഡൗൺ കാരണം ഇപ്പോൾ 43 ദിവസം വൈകിയാണ് ഈ ഡാറ്റ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ S&P 500-ന് വലിയ പിന്തുണ നൽകിയത് Nvidia ആയിരുന്നു. ഏകദേശം 3% നേട്ടമുണ്ടാക്കിയത് S&P 500-ൽ. കൂടാതെ മറ്റ് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ, ആൽഫബറ്റ്, ബ്രോഡ്കോം തുടങ്ങിയ സ്റ്റോക്കുകളും 1% അടുത്ത് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് ഇന്നലെയും 3% ഇടിവുണ്ടാക്കി. വിപ്രോ 1.66% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.52% ഉയർന്നപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.3% ഇടിഞ്ഞത്. യൂറോപ്യൻ വിപണിയിലേക്ക്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.33% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.10% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 26,234 എന്ന നിലയിൽ 31 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 30 പോയിന്റ്സിനടുത്തുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ളത് ഗോൾഡ് പ്രൈസുകൾ തന്നെയാണ്. ഗോൾഡ് കേരളത്തിൽ പവന് 1 ലക്ഷം കഴിഞ്ഞു എന്നുള്ള വാർത്ത ഇന്നലെ നമ്മൾ അറിഞ്ഞിരുന്നതാണ്. 1,01,600 എന്ന നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി സ്പോട്ട് ഗോൾഡ് 1% നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ബിറ്റ് കോയിനിലേക്ക് വന്നാൽ $87,000 ട്രേഡ് ചെയ്യുന്നു. 0.5% നഷ്ടത്തിലാണുള്ളത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്.
ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. എല്ലാവരും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലുകളിലും നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം, മറ്റ് ചാനലുകളിലെല്ലാം കൊടുക്കാറുണ്ട്. ഇനി ബിഗിനേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനുമായിട്ട് നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ കമൻറ്റ് ബോക്സിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം മോണ്ടെ കാർലോ ഫാഷൻസ് എന്ന കമ്പനിയാണ്. മധ്യപ്രദേശിൽ 35 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് 147 കോടി രൂപയുടെ ഓർഡർ കമ്പനി നേടി. അടുത്ത എൻഡ്യൂറൻസ് ടെക്നോളജി എന്ന കമ്പനിയാണ്. ഒരു സൈബർ ആക്രമണത്തെ കമ്പനിക്ക് നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും ഇത് ബിസിനസ്സിലോ മറ്റ് ധനകാര്യത്തിലോ കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് കമ്പനി അറിയിച്ചത്. അടുത്ത റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. സലീം അഹമ്മദിനെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി കമ്പനി നിയമിച്ചു. ഡിസംബർ 23 ഇന്നലെ പ്രാബല്യത്തിൽ വന്നു. അടുത്ത ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ എന്ന കമ്പനിയാണ്. ഒരു മൂന്നാം കക്ഷി പുകയിലെ കേന്ദ്രത്തിലെ തീപിടുത്തം മൂലമുണ്ടായ നഷ്ടത്തിന് 344.49 കോടി രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്തിരിക്കുന്നു. അടുത്ത് സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ്. ഒരു സബ്സിഡറിയുടെ പങ്കാളിത്തത്തിലൂടെ US FDA US മാർക്കറ്റിനായി ഒരു ബയോസിമിലർ മരുന്നിന് അംഗീകാരം നൽകി. അടുത്ത് ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയാണ്. മുൻഗണന ഓഹരികൾ വഴി അതിൻ്റെ ബാറ്ററി സബ്സിഡറിയിലേക്ക് 100 കോടി രൂപ ഫണ്ട് ഇൻഫ്യൂഷൻ കമ്പനി അംഗീകരിച്ചിരിക്കുന്നു. അടുത്ത് എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ്. ഗുജറാത്ത് പ്ലാന്റിൽ US FDA പരിശോധന നടത്തി, പക്ഷേ പ്രത്യേകിച്ച് നിരീക്ഷണങ്ങളൊന്നും തന്നെയില്ല. അടുത്തതായി GPT ഇൻഫ്രാ പ്രൊജക്ട് എന്ന കമ്പനിയാണ്. 199.2 കോടി രൂപയുടെ റെയിൽവേ പാലം നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ കമ്പനി നേടി. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. ഇന്നും F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. FIDA ആക്ടിവിറ്റിയിലേക്ക്. ഇന്നലെയും FIAs സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 1795 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 3812 കോടി രൂപയ്ക്ക് വളരെ വലിയൊരു ബൈയിങ് തന്നെ ഇന്നലെ നടത്തി. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 26,177 വെറും 5 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലിംഗ് സോണിന് അരികെയായിട്ടാണുള്ളത്. മുൻപ് 2 തവണയും ഇതേ സ്ഥലത്ത് നിന്നും നിഫ്റ്റി താഴേക്ക് വീണിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഒരു സെല്ലിംഗ് സോണും മറികടന്ന് ഓൾ ടൈം ഹൈ ലെവലൊക്കെ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മൊത്തത്തിൽ നിഫ്റ്റി ഇപ്പോഴും നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെയാണുള്ളത്. പക്ഷേ ഈ ഒരു സോൺ നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെ നിഫ്റ്റിയിൽ ഇപ്പോഴും ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ് തുടർച്ചയായിട്ടുള്ള 3ാമത്തെ ദിവസവും നിഫ്റ്റിയിൽ ഉണ്ടാകുന്നത്. കൂടാതെ ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ബോളിഞ്ചർ ബാൻഡിൻ്റെ അപ്പർ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പോഴത്തെ പോസിറ്റിവിറ്റികളിലാണ്. ഇനി ഇന്ത്യ വിക്സ് ഇന്നലെയും 3% ഇടിഞ്ഞ് 9.38 എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ത്യ വിക്സിൽ ഒരു പുൾ ബാക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലയ്ക്ക് ബുൾസിനെ സംബന്ധിച്ച് കംഫർട്ടായിട്ടുള്ള ഒരു നിലയിലാണുള്ളത്. ഇന്നലെ തുടക്കത്തിൽ തന്നെ 26,200 ടച്ച് ചെയ്തെങ്കിലും പിന്നീട് നല്ലൊരു ഫോളാണ് വന്നത്. അതിനുശേഷം 26,119 എന്ന നിലയിലേക്ക് താഴ്ന്നെങ്കിലും പിന്നീട് ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ ലഭിച്ചു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,050, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,300 മുതൽ 26,400 വരെയുള്ള ലെവലുമായിരിക്കും. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,200, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,100. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,300 5 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് തിങ്കളാഴ്ച വെച്ചിരുന്നു. അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലുള്ളത് 59,320 ആ ഒരു ലെവൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് 59,800 മുതൽ 60,000 വരെയുള്ള ലെവൽ മറ്റൊരു പ്രധാനപ്പെട്ട സോണാവാനും സാധ്യതയുണ്ട്. 59,800 60,000 തന്നെ ആയിരിക്കാം ഏകദേശം അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ കൂടി വരുന്നത്. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു സോണാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 59,100 മുതൽ 59,000 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000.
ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. നന്ദി.